സന്തോഷം മാത്രമല്ല ഇതും ഞങ്ങൾ അതിൽ അനുഭവിച്ചു. അങ്ങ് മണാലി വരെ ഒന്ന് പോയാലോ. ഞാൻ ഇൻട്രോവേർട്ടാണ് ഗൈസ്. എവിടേക്കാ പോകുന്ന കാര്യങ്ങൾ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് മാസ്ക് ഇട്ടുകൊണ്ട് നാട്ടിൽ ബസ് കയറിയത്. ബസ് മാറി കയറി ഒന്ന് ഉറങ്ങി നീറ്റപ്പത്തിന് കോഴിക്കോട് എത്തി. കോഴിക്കോട് എനിക്ക് മാസ്കിന്റെ ആവശ്യമില്ല, കാരണം അറിയാത്ത സ്ഥലങ്ങളിൽ ഞാൻ ഒരു എക്സ്ട്രോവേർട്ട് ആണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി 50 രൂപ ഓട്ടോ പിടിച്ച് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിൽ. 4 മണിക്ക് എത്തേണ്ട ട്രെയിന് ഞാൻ ആദ്യം വന്നതുകൊണ്ട് തന്നെ 5:30 മാറ്റി വെച്ചു. അത്രേ എല്ലാവരും ചർച്ചാ വിഷയം തന്നെ. ഓരോ ട്രെയിൻ വരുമ്പോൾ ഇത് നമ്മളതാണോ എന്ന് എത്തിപ്പാളി നോക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇതാണ് നമ്മുടെ ടീം. ഈ ഫോണിൽ ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ മുതലാളി. നമ്മുടെ ടീമിലെ കുറച്ച് ആൾക്കാർ ഇതിന് മുമ്പത്തെ ട്രെയിൻ അതാണ് ട്രെയിൻ എന്ന് വിചാരിച്ച് കയറിപ്പോയിന്. എറണാകുളത്ത് തന്നെ ഒറിജിനൽ ട്രെയിൻ മിസ് ചെയ്തവരുണ്ട്. തുടങ്ങുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും മുതിർന്ന വ്യക്തി. മൂപ്പരാണ് ഇനി നമ്മളെ ടീമിനെ നയിക്കുക. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് റിസർവേഷൻ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ജനറൽ സീറ്റിൽ തിക്കി തിരക്കും കൊണ്ടാണ് ഞങ്ങൾ പോണത്. തതുക്കാറൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മംഗലാപുരം ഇറങ്ങി ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ചാടി കയറി. നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന റിസർവേഷനുള്ള ടിക്കറ്റിക്ക് ചാടി കയറി. ഒന്നും നോക്കില്ല, രാത്രി അവിടെ കടന്നങ്ങോട്ട് സുഖമായിട്ട് ഇറങ്ങി. രാത്രിയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഓർക്കം ശരിയായി തന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഓക്കെ ആവും. പകൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, പക്ഷേ രാത്രി പ്രശ്നമാണ്. ഓർക്കം ശരിയായിട്ടാണോ എന്തോന്നാവാം, മുപ്പരാക്ക് എന്തോ ഒരു വിമിഷ്ടം. ഏതോ ഒരു സ്റ്റേഷനിൽ കുറച്ചു നേരം ട്രെയിൻ നിർത്തിയിട്ടാണ് കേട്ടോ. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ അരങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബേക്കിൽ 3 ആൾ വരുന്നുണ്ടോ, 2 പോലീസുകാരനും ഒരു ചെങ്ങായി. അത് നോട്ട് ചെയ്ത് വെച്ചോ. എന്റെ ഗജരാവിന്റെ ബാഗ് നിന്റെ കൈവശക്കാരോ, ആ മിച്ചറക്കുള്ള ബാഗ് അത് നോക്കി വെച്ചോ. ഞാൻ ഇറങ്ങൂല. ഈ പോലീസ് പിടിച്ചോണ്ടാണ് ആളെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പരദൂഷണ കഥകളൊക്കെ ഉണ്ടാക്കിട്ടോ. നമ്മൾ ട്രെയിനിൽ പിടിച്ചോണ്ട് പോകാൻ സുഖമില്ലാത്ത ആളാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ ബാക്കിലെ കഥ നിങ്ങൾ കണ്ടാൽ നെട്ടും. നമ്മളെല്ലാവരും ഒരുമിച്ച് ജനറലാണ് കയറിയതെന്നും പിന്നെ കുറച്ചായി നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ സ്ലീപ്പർക്ക് മാറിയതൊക്കെ ഞങ്ങളോട് പറഞ്ഞില്ലേ. സിറ്റുവേഷൻ അതായതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് സീറ്റ് ഇട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഒരു കുറച്ച് അപ്പുറത്തും നമ്മൾ കുറച്ച് ഇപ്പുറത്തും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ കഥകളൊന്നും നമ്മളറിയാതെ ആ ചെങ്ങായിനെ കുറിച്ച് നമ്മൾ സഹതാപ കഥകളൊക്കെ പറഞ്ഞു വരുത്തിയത്. ഇയാള് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ലേഡീനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെങ്കിൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളെ പയ്യൻസ് വേറെ ലെവലല്ലേ, അടിച്ച് സെറ്റാക്കി. എന്നിട്ടും ഇയാൾക്ക് ഒരു ബോധമില്ലാതെ, അയാൾ എന്തോ ഡ്രഗ് ഒക്കെ അടിച്ചിരിക്കണ പോലെ ഉണ്ട് കേട്ടോ. അയാൾ ഒരു ബോധമില്ലാതെ ആ കുട്ടിനെ തന്നെ പിന്നിതാ ഈ ഉണ്ട കണ്ണ് വെച്ച് നോക്കി നിൽക്കുക കേട്ടോ. ബോയ്സ് എല്ലാവരും മറിഞ്ഞൊക്കെ നിന്നിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇയാൾ എന്തോ ഒരു ഗോവിന്ദസ്വാമി ലുക്കിൽ തന്നെ ഇരിക്കുക. പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുത്താട്ടെ നമ്മളെ ചെക്കന്മാർ. അവനിങ്ങനെ ഓടിപ്പോയെങ്കിലും വിചാരിച്ചിട്ട് എല്ലാവരും കൂട്ടം കൂടി അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു. പക്ഷേ 10-15 മിനിറ്റ് ആയിട്ടും പോലീസൊന്നും എത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇയാൾക്ക് എത്ര അടി കിട്ടിയാലും ഒരു വേദന ഇല്ലാത്തൊരു ബിഹേവിയർ കേട്ടോ. ലാസ്റ്റ് പെപ്പർ സ്പ്രേ എടുത്ത് കണ്ണിലടിച്ചപ്പോഴാണ് അയാൾക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു ഇത് വന്നത്. നമ്മളെ സേഫ്റ്റി ഉറപ്പാക്കാൻ എപ്പോഴും കയ്യിലൊരു പെപ്പർ സ്പ്രേ അത് നിർബന്ധമാണ് കേട്ടോ. ഇയാളെ കാണുമ്പോൾ പിന്നെ രക്തം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എനിവേ അത് പോട്ടെ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ട്രെയിനിലിരിക്കലും ചടപ്പാണെങ്കിലും പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന ഇത്രയും മനോഹരമായുള്ള കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ സമയം ഓടി പോകും കേട്ടോ. പിന്നെ ആളും മനുഷ്യനും കാണണമെങ്കിൽ ഇങ്ങനെ സ്റ്റേഷനിൽ തന്നെ എത്തണം കേട്ടോ. ഓരോ സ്റ്റേഷനും ഓരോ കഥ പറയാനുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലം കാണുമ്പോഴും വേറെ വേറെ കൾച്ചറും വേറെ വേറെ രീതികളാണല്ലോ. നമ്മളടുത്ത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കേട്ടോ. നമ്മൾ മനസ്സിന്റെ കൺട്രോൾ പോകും. നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കണം ബഡ്ജറ്റിൽ ട്രിപ്പാണെന്ന് പറഞ്ഞിട്ട്. ഇന്നലത്തെ സംഭവം കഴിഞ്ഞ് നമ്മൾ ഏകദേശം എല്ലാവരും ഒന്ന് റെഡി ആയി വന്നപ്പോഴാണ് അടുത്ത ഇൻസിഡന്റ്. വിജുവേട്ടന്റെ 2 വലിയ ബാഗ് AC കമ്പാർട്ട്മെന്റിൽ നിന്ന് ആരോ അടിച്ചോണ്ട് പോയിട്ടോ. നമുക്കെല്ലാം ഭയങ്കര ഷോക്കായി. അതിൽ വേറെ ഫോണ്, ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങളുടെ മൂപ്പരെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ബാഗും അതിൽ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമേ കയ്യിലുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഫോട്ടോ സഹിതം പോലീസിലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. മൂപ്പര ആ ഒരു മനസ്സിന്റെ ശക്തിയോട് മൂപ്പര് യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മളൊക്കെയാണെങ്കിൽ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്ത് പോയിരുന്നു. ട്രെയിനിലെ വിൻഡോ സീറ്റ് ഒരിക്കലും മടുക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് യാത്രയിൽ മനസ്സിലായിട്ടോ. വിജയേട്ടന്റെ ആ ബാഗ് പോയ സങ്കടം മാറാനും ഞങ്ങൾ ഒരുപാട് ടൈം എടുത്തു എന്ന് തന്നെ പറയാം. ഫുഡ് ഏത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും വാങ്ങലില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങും. പഴം, ഓറഞ്ച്, അങ്ങനത്തെ ഐറ്റംസ് മാത്രം. അതിന്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈ ഒട്ടിയിട്ട് പൈസ വാങ്ങാൻ വരില്ലേ, ഓരൊക്കെ ഒന്ന് വന്ന് അനുഗ്രഹമൊക്കെ തന്നു പോയി.
ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലങ്ങളും കൗതുകാണെന്ന്, അതുപോലെ തന്നെ ഓരോ സ്റ്റേഷന്റെ പേരും കൗതുകാട്ടോ. ഈ സ്റ്റേഷന്റെ പേരൊന്ന് വായിച്ചു നോക്കിയേ, പെൻ. ഉച്ചയ്ക്കുള്ള നല്ല കേരള ഫുഡാണെന്നും പറഞ്ഞിട്ട് നമ്മൾ പനവേലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ് നമ്പറും കാര്യങ്ങളും കൊടുത്താൽ ഒലിതാ കറക്റ്റ് നമ്മൾ അടുത്ത് വന്നിട്ട് ആ ഫുഡ് തന്നിട്ട് പോയിട്ടോ. ഫുഡ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ മോശം പറയാൻ പറ്റില്ല, നല്ലൊരു ആവറേജ് ഫുഡായിരുന്നു. ഇതിനേക്കാളും ബെറ്റർ ഫുഡ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ചപ്പാത്തി, ചിക്കൻ കറി, ഫിഷ് കറി, അതുപോലെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ബിരിയാണി, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ബിരിയാണി എങ്ങനെ ഉണ്ടടാ? സൂപ്പർ. ശരിക്കനോ? നമ്മളെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അതായത് ഈ 2 ഇൻസിഡന്റ്, ബാഗ് പോയതും അതുപോലെ തന്നെ അയാൾ ഉപദ്രവിക്കാൻ വന്നത് ഒഴികെ സീറ്റും കാര്യങ്ങളും എൻജോയ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് ദൂരം പോയി നമ്മൾ സെക്കൻഡ് ഹാഫ് എത്തി. നമ്മൾ ഇത്രയും നേരം ആരോ റിസർവ് ചെയ്ത സീറ്റിലായിരുന്നല്ലോ കടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന്റെ മുതലാളിമാരൊക്കെ വന്ന് നമ്മളൊക്കെ നീപ്പിച്ചിട്ടോ. മുകളിലത്തെ ഒരു സീറ്റ് മാത്രമേ നമുക്ക് കിട്ടിയത്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും പാടെ എങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടിയിലുള്ള സീറ്റ് പെണ്ണിനോട് ഞാൻ കമ്പനി ചെയ്യോളം മൈലാഞ്ചിക്ക് നല്ല രസന്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഓളൊന്ന് പൊലിപ്പിച്ചുകൊണ്ട് അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിരുന്നു. ഈ രാത്രി ഒരുമാതിരി രാത്രി ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലെന്ന് ശരിക്കും. അവിടെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരുപാട് ആൾക്കാർ തിക്കി തിരക്കി ഇതിലൊക്കെ ഉന്തി തിരക്കി കയറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോലീസൊക്കെ വന്ന് ഒരാട്ടി വിടുന്ന ദൃശ്യങ്ങളാണത്. ഓന്റെ ഇരുത്തം കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ രാത്രി നല്ലവണ്ണം ഉറങ്ങാൻ പറ്റിയെന്നുള്ളത്. എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി വരുന്നു. അപ്പോഴാണ് നീച്ചൂടി ഞങ്ങളെ സീറ്റാണ് ടൈറ്റിൽ വന്നത്. പിന്നെ ആകെ കച്ചറയാണ്. അതിന്റെ ഇടയിൽ ബംഗാളി പയ്യന്റെ ഫോൺ ആരോ അടിച്ചോണ്ട് ഞാൻ ചിക്കൻ കരച്ചിലായി, കണ്ണീരായി. പിന്നെ ഞങ്ങൾ ഓൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി വെറുതെ പോലീസിനെ അറിയിച്ചിട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും എനിക്ക് സമാധാനമായല്ലോ. അങ്ങനെ 2 രാത്രി നമ്മൾ ട്രെയിനിൽ കഴിച്ചു കൂട്ടി. ഇനി അതിരാവിലെ മോർണിംഗ് ദൃശ്യങ്ങളിലേക്കാണ് പോണത്. പല രീതിയിലുള്ള കച്ചവടക്കാരൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പല്ല് തേക്കുന്നു, കുളിക്കുന്നു, സുന്ദരരാവാൻ. കുറച്ച് ആൾക്കാർ അപ്പുറത്ത് പല്ല് തേക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് ലിപ്സ്റ്റിക് ഇടുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞ ട്രെയിനിന്റെ വിൻഡോ സീറ്റിന്റെ മനോഹാരിത അവസാനിച്ചിട്ടുണ്ട്. ഡൽഹി എത്തുന്നതിനനുസരിച്ച് ഭയങ്കര ശോകകരമായ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതാ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇത് ഓലെ സ്വന്തം വീടൊക്കെ ആക്കി പ്രൈവസിയിലട്ട പോലെ യാത്ര. ഞമ്മക്കൊന്നും ഇരിക്കാൻ പോലും സീറ്റില്ല ഇവിടെ. चाय बोलो भाई, गर्मा गर्म चाय। चाय लेडी 40 है। कितने का है भैया? 40 है। ഇല്ല. കേറുന്നില്ല, വണ്ടി പോയി. അയ്യോ, നമ്മളിന്ന് എന്ത് ചെയ്യും അല്ലയാ? ഇനി നമ്മുടെ ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാഴ്ചകൾ. ഫ്ലൈറ്റ് ഉണ്ടാക്കണ്ടേ? നീ ഒരു ബുദ്ധിമാൻ തന്നെ. പൈനാപ്പിൾ ജാം വേണ്ടവർക്ക് പൈനാപ്പിൾ ജാം ഉണ്ട്. പിന്നെ എന്താ പിടിച്ചിരിക്കുന്ന കുട്ടാപ്പി, മമ്മിക്ക് പീനട്ട് ബട്ടർ, അങ്ങനെ പല വിധത്തിലാണ്. ഉണ്ടോ ഞങ്ങളുടെ ബ്രെഡ്? അതാക്കണോ കുട്ടാപ്പോ? ബ്രെഡ് തിന്നാതെ ഇത് ന്യൂട്രല മാത്രം തിന്ന കുട്ടാപ്പോ. ആ ട്രെയിൻ തന്നെ പോലത്തെ തോന്നുന്നില്ല. ടോയ്സ് പോലുണ്ടല്ലോ അല്ലേ? എത്രാമത്തെ പോലീസാണ് പോയി വരുന്നത് അറിയാം. വായിച്ചു ഉല്ലസിക്കുക. സഫ അപ്പുറത്ത് പോയിട്ട് റീൽ എടുക്കാൻ വേണ്ടി കുട്ടികളെ പിടിച്ചു കൊടുക്കണേ. ഹായ് കണ്ടോ? സഫ അപ്പുറത്ത് പോയി കൊല്ലട്ടിലേക്ക് പിള്ളേരൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. സഫ എന്തോ ഭയങ്കര റീൽ എടുക്കാനുള്ള പ്രിപ്പറേഷൻ ആണ്. കുറെ നേരമായി ഇതെന്തെങ്കിലും നടക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. അത് ഞങ്ങൾ കഴിക്കൂലേ? ഞാൻ കരിമീൻ മതിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് മണാലിയിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും ആഴ്ച പോയിട്ട് മഞ്ഞ് കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. നമ്മൾ ഡൽഹിയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അടുത്തുള്ള നമ്മൾ വോൾവോൾ ഒരു ടീമായിട്ട് ഞാൻ മണാലി പോയവരൊക്കെ ആദ്യമായിട്ട് മണാലി കാണാൻ പോവാണ്. ഞാനും അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. മണാലിയിൽ അടിച്ചു പിടിക്കാൻ പോവാണ്. ഓക്കെ ബൈ ഗൈസ്, സീ യു ദേർ. വീഡിയോസ് എടുക്കുന്ന നമ്മളെ
ഇറങ്ങി 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 ടീം ഫുള്ള് ഇറങ്ങട്ടെ. വരട്ടെ വരട്ടെ. ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടാണേ. യാ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇതാ ടീം ഫുള്ള് ഇവിടെ ഉണ്ട്. ഇതാ എടാ ഹായ് പറയടാ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഒന്നുമില്ല, 2-3 ദിവസമായി കുളിച്ചിട്ട്. അപ്പൊ ഒന്ന് കുളിക്കാനൊക്കെ റൂം എടുക്കണം. അതിന് ശേഷം നമ്മള് ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്ത് अभी हम घुमाते हैं आपको, तो शाम को सुनो, शाम को आपको बस में छोड़ देगा। अभी कहाँ जाना है? ഇതാണ് ഒരു ഗ്ലാസ് മാസ്ക് വെച്ച് സെറ്റ് ചെയ്തേനെ. വലിയ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഏകദേശം നമ്മളെ കലാപരിപാടികൾ കഴിഞ്ഞ് നമ്മളൊന്ന് ഒത്തൊരുമിച്ച് കൂടിയപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ഇനി റൂം എടുക്കുന്ന ബുദ്ധിയല്ലാന്ന് മനസ്സിലാക്കി നേരെ റെയിൽവേ സ്റ്റേഷന്റെ വെയിറ്റിംഗ് റൂമിൽ പോയി അവിടെ ഒരാൾക്ക് 40 rupees കൊടുത്താൽ 1 hour അവിടെ വെയിറ്റിംഗ് റൂമിന്റെ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ കുളിക്കലും ഡ്രസ് മാച്ചിലും മറ്റുള്ള കലാപരിപാടികൾ കഴിച്ച് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ നിസാമുദ്ദീന്റെ റെയിൽവേ സ്റ്റേഷൻ. റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കാൻ വേണ്ടിയിട്ട് റിസർവേഷനിൽ പോണേ കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. അതിനുള്ള നടത്താണ് ഈ കാണുന്നത്. അറിയോ, ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ അങ്ങനെ നടക്കുകയാണ്. ശരിക്കും ഇപ്പം അടുത്ത് ഇങ്ങനെ ഒരു ഡൽഹി വിസിറ്റ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഭയങ്കര സന്തോഷം. 5 മിനിറ്റിനേക്കാൾ കൂടുതൽ നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തതാ. ഒരു ഊബറും വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഡൽഹി തെരുവോരങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ചോർ ബസാർ നന്മമാരെന്ന അതിന്റെ പേര് അല്ലേ? ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ ട്രാഫിക്. ഏത് സൈഡിൽ കൂടി എങ്ങനെ പോയാലും ട്രാഫിക് ആണ് അവിടെ. ഡൽഹിയിൽ നമ്മൾ എവിടേക്കാ പോണേ? എന്താ പറഞ്ഞ മീനാ ബസാർ ജുമാ മസ്ജിദിലാണ് പോണത്. നമ്മളെല്ലാവരും ഒന്ന് റിഫ്രഷൊക്കെ ആയി സെറ്റായി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 സെക്കൻഡ്. അവിടെയൊക്കെ തെണ്ടി തിന്നി കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഫുഡാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് ഗ്രാൻഡ് ആക്കി. സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് നല്ല പട്ടിണിയാണേ. പിന്നെ ഇവിടുത്തെ കടകളൊക്കെ കണ്ടെങ്കിൽ വൃത്തിയില്ല എന്നൊക്കെ തോന്നും. അത് പട്ടിണി അടക്കുമ്പോൾ ശരിയാവും. ഡൽഹിയിൽ ഇങ്ങനെ ക്രൗഡഡ് ആയ സ്ഥലത്ത് നിന്നൊന്നും അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഫോൺ ഏത് നിമിഷവും വേണേ അടിച്ചുകൊണ്ട് പോകും എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഫോൺ ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഉള്ളൂ. കളിക്കുന്നുണ്ട്. മെട്രോ കയറാൻ വേണ്ടി വന്നാട്ടാ. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. മെട്രോ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. മെട്രോ ആണ് കേട്ടോ. പോയേക്കാ എങ്ങനെ കാണാമല്ലോ. ആ നിൽക്കുന്നവരും നമ്മളെ കൂടെ ഉള്ളതാണ്. വള്ളി പിടിച്ചൊന്ന് മെട്രോ ഒന്നൊക്കെ ഇറങ്ങി മെട്രോ ഇറങ്ങി നമുക്ക് പോകാനുള്ള ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഒരു ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ് നമ്മളെല്ലാവരും. ആദ്യം നമ്മളെ കുട്ടാപ്പൂവിന്റെ വയറ് നിറക്കാൻ വേണ്ടി നമ്മളിതാ നേരെ KFC പോയി. ഓനക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് ഓൻ്റെ വയർ അങ്ങോട്ട് ഫുള്ളാക്കി. നമ്മളെ മൃഗസ്നേഹിയായ ഇർഷാദും സുറ്റും. പിന്നെ നമുക്ക് ഗാനാക്കാൻ വേണ്ടി നമ്മളിതാ സ്ട്രീറ്റ് ഫുഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡും കഴിച്ചതാ നമ്മൾ ബസ്സും തിരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് നമ്മളെ കൂട്ടത്തേക്ക് പുതിയ ടീമും കൂടി ഉള്ളത്. ഇതാ ഡൽഹിയിൽ നിന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. കാണുമ്പോൾ കുറച്ച് ചാടൊക്കെ ഇരുന്നെങ്കിലും ഓരോ കൂടെ കൂടിയപ്പോൾ വേറെ ലെവലായിരുന്നു. മലപ്പുറം ബസ് സ്റ്റാൻഡും കോഴിക്കോട് ബസ് സ്റ്റാൻഡും മാത്രം കണ്ട് ശീലമുള്ള എനിക്ക് ഇത്രയും തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ
നല്ല രസമായി തോന്നും കേട്ടോ. ഞാൻ ബസ്സിൽ സീറ്റ് ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ വേണ്ട, നമ്മൾ ഓൾറെഡി റിസർവ്ഡ് ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ചായ കുടിക്കാനും ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ബസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തന്നു. നാട്ടിൽ നിന്ന് നമ്മള് ഈ ചായ 10 രൂപ കുടിക്കും. ഇന്നലെ നമ്മള് ഡൽഹിയിൽ വന്നപ്പോ 20 രൂപയായി. ഇന്ന് നമ്മള് പോകുന്നപ്പോ എത്രയായി? 40 സിമ്പിൾ. സത്യം പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ബസ്സിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഉണരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഉണർന്ന് ഇരിപ്പായി. കണ്ടോ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. മുഖത്തൊരു ഉറക്കത്തിൻ്റെ ചടപ്പ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് ഇതാ ഒരേ കാഴ്ച കേട്ടോ. മനസ്സിൽ ആഗ്രഹിച്ച് കൊതിച്ച കാഴ്ചകളാണ്. ഇതാ സൂര്യോദയമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ മലകളും പുഴകളും ഒക്കെ താണ്ടി താണ്ടി നമ്മളെ സ്വപ്നലോകത്തിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഞാൻ കണ്ട സ്വപ്നത്തിന്റെ ഒരു പടിവാതിലാണിത്. കണ്ടോ, ചൂടുള്ള ചായ ഇങ്ങനെ ആവി പറക്കണു. അപ്പുറത്തു കൂടി നല്ല മനോഹരമായിട്ടുള്ള നദി ഒഴുകി പോണു. ആ ഫീലിംഗ് മാഷാ അല്ലാഹ്. പാർട്ട് 2 ഉം 3 ഒക്കെ വരാണ്ട്. ആ വീഡിയോസ് നമ്മൾ പൊളിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാത്തിരുന്നോളൂ.